വില്യംസ് എവിടെ? എന്താ? എന്തിനാ? അയ്യോ, പോലീസോ? എനിക്കറിയില്ല സാർ. അയ്യോ, ബാഗിൽ ഒന്നുമില്ല സാർ. അയ്യോ, അറിഞ്ഞൂടല്ലേ? Sure. 100%. Upon God, upon mother. എനിക്ക് ഉറപ്പാ, ഞാൻ കണ്ടതാ. അത് അയാളായിരുന്നു, നിന്റെ ഹരിയേട്ടൻ. ജൂലി, പതുക്കെ. നീ ആരെയോ കണ്ടു എന്നുള്ളത് സത്യം. അപ്പോഴത്തെ ഒരു വല്ലാത്ത മൂഡില്, അതും ബോട്ടില്, നീ കണ്ടത് ഹരിയേട്ടൻ തന്നെയാണെന്ന് എന്താ ഉറപ്പ്? ഈ നിൽക്കുന്ന നീ തന്നെയാണെന്ന് എന്താ ഉറപ്പ്? കണ്ടു ഞാൻ, അത് അയാൾ തന്നെ. ലക്ഷ്മി, പ്ലീസ് തർക്കിക്കരുത്. ജൂലി, അതൊക്കെ പോട്ടെ. വില്യങ്ങളിൽ ലോക്കപ്പിൽ, മാഗി ആന്റി ആണെങ്കിൽ കരഞ്ഞു തളർന്ന് വീട്ടിൽ. ഒരു ജാമ്യത്തിന് ശ്രമിക്കണ്ടേ? നമുക്ക് ഏതെങ്കിലും വക്കീലിനെ കാണാം. പ്രയോജനമില്ല ലക്ഷ്മി. വിത്ത് എവിഡൻസ്, ദൃക്സാക്ഷികൾ ധാരാളം, അതും നർക്കോട്ടിക്സ്. ജാമ്യം കിട്ടില്ല, ശിക്ഷ ഉറപ്പ്. പാവം ജൂലി, അവൾക്കിനി നമ്മളൊക്കെ അല്ലാതെ ആരാ ഉള്ളത്? ഞാനാ ഇപ്പൊ സഹായിക്കുന്നത്. എന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നുള്ള വിഡ്രോവൽസാ. ഹരിയേട്ടാ, ജോലിക്ക് എന്താ ഹരിയേട്ടനോട് ഇത്ര വിരോധം? ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പെൺകുട്ടി. വല്ലാത്ത ക്രിമിനൽ സിറ്റുവേഷൻസിലൊക്കെ അവൾ എന്നെ കൃത്യമായി കാണുകയും ചെയ്യും. കർമ്മദോഷം. ഞങ്ങൾ തമ്മിൽ വല്ല ജന്മാന്തര വിരോധവും കാണും. ഞാൻ കാണണമെന്ന് പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? അടുത്ത ആഴ്ചയാ അച്ഛൻ വിവാഹ നിശ്ചയം ഫിക്സ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാ കുടിക്കുന്നൊന്ന് രക്ഷപ്പെടുക? എനിക്കൊരു സമാധാനം ഇല്ല കേട്ടോ. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാ, നാളെ തന്നെ. ഏതെങ്കിലും ഒരു സബ് രജിസ്ട്രാർ ഓഫീസ്, മുദ്രക്കടലാസും നാട്ടുകടപ്പുള്ള കൈക്കൂലിയും ചേർത്താൽ മാക്സിമം 1000 രൂപ ചെലവ് വരും. അച്ഛൻ തകർന്നു പോകും ഹരിയേട്ടാ. വേറെന്തെങ്കിലും വഴി? ഞാൻ വലിയ അണ്ടർവേൾഡ് ഡോൺ ആണെന്നല്ലേ ജൂലിയുടെ അഭിപ്രായം? എങ്കിൽ ആ വഴിക്ക് നോക്കാം. ശശി വർമ്മയെ കാച്ചേക്കട്ടെ, ഇന്ന് രാത്രി തന്നെ. ഒരുപാട് സ്മാർട്ട് ആകല്ലേ. വലിയ ക്രിമിനൽ മൈൻഡിന്റെ ആശാനാണെന്ന ഭാവം. ഒരു വക്രബുദ്ധി പറഞ്ഞുതരാൻ പറ്റില്ലേ? പറ്റും. ഞാനും നീയും തമ്മിൽ തിരിച്ചു. ജൂലി പറഞ്ഞതെല്ലാം സത്യം. ഞാൻ ദുഷ്ടൻ, ക്രൂരൻ, കള്ളക്കടത്തുകാരുടെ ഏജന്റ്. ദൈവം കറക്റ്റ് സമയത്ത് തന്നെ രക്ഷിച്ചു. ശശി വർമ്മയെ തന്നെ വിവാഹം ചെയ്യാൻ പോകും എന്നൊക്കെ പറഞ്ഞ് ജൂലിയെ വിശ്വസിപ്പിക്കുക. അവൾ ഒറ്റിയാൽ ഞാൻ ഉപദേശിക്കാൻ പോകുന്ന വക്രബുദ്ധി എല്ലാം പൊളിയും. അപ്പുറത്തിരിക്കുന്നവർ കൊടുക്കും. പുഷ്പെടുത്ത് കൊടുക്ക. മനസ്സിൽ ഈശ്വരനെ ധ്യാനിച്ച് പുഷ്പം എടുത്തോളൂ. മോതിരമാരത്തിന് സമയമായി, കുട്ടിയെ വിളിക്കുക. മോളെ, സമയമായി, ലക്ഷ്മിയെ വിളിക്ക. ആന്റി, മുഹൂർത്ത സമയമായി, വേഗം ചെല്ലാൻ പറഞ്ഞു. ആ മോളെ, വേഗം ആവട്ടെ. അങ്ങോട്ടിരുന്നോളൂ, ആ പുഷ്പം എടുത്ത് കൊടുക്കുക.
ഈശ്വരനെ ധ്യാനിച്ച് പൂവിട്ട് തൊഴുതോളൂ. അവിടെയല്ല. വാട്ട് ഈസ് ദിസ്? മോളെ ഇവിടെയല്ല അവിടെ. അയ്യോ തെറ്റിപ്പോയല്ലേ. സോറി സോറി കേട്ടോ. മോളെ വാണ്ടാ ഇത്? സോറി കേട്ടോ. എന്താ ഇത്? ക്ഷമിക്കണേ. മോളെ, എന്താ ഈ കാണിക്കണേ? അങ്ങനെ എന്താ ഇത്? ലക്ഷ്മി, what happened to you? നോ പ്രോബ്ലം നോ പ്രോബ്ലം. എന്റെ മോളെ, എനർജി അല്പം ചോർന്നു പോയി. എന്താ ഈ കാട്ടണേ? മോളെ ലക്ഷ്മി, സോറി സോറി എന്താ മിസ്റ്റർ ഇത്? ശർമ്മ. നീ വരൂ. ചോർന്നു മോളെ പോയി. മോളെ മോളെ ഡൈസഫോം 5 mg ഇൻട്രാവീനസ്. ദാറ്റ് വിൽ ഡു. യെസ് ഡോക്ടർ. ഭയപ്പെടാനൊന്നുമില്ല. ഒരു മൈനർ ഇംബാലൻസ്. എനിക്കല്പം സംസാരിക്കാനുണ്ട്. അച്ഛനോട്, അമ്മയോട്, പിന്നെ ദാ ഈ കൂട്ടുകാരിയോട്. കുട്ടിക്ക് എന്താ അസുഖം? നമുക്ക് പിന്നീട് സംസാരിക്കാം. ഐ ഹാവ് മൈ ഓൺ ഡൗട്ട്സ്. ലക്ഷ്മി, മോതിരം മാറ്റം അലസിയല്ലേ? ഹരിയേട്ടന്റെ ബുദ്ധി കലക്കി. ഒരു ഭ്രാന്തി പെണ്ണിനെ ആരെങ്കിലും കെട്ടു, അതും ഒരു സൈക്കാട്രിസ്റ്റ്. ഓഹോ, അപ്പൊ ഇതും അയാളുടെ ബുദ്ധിയായിരുന്നല്ലേ? യെസ്. ഹൗ വാസ് മൈ പെർഫോമൻസ്? യു സ്റ്റുപ്പിഡ്, യൂസ്ലെസ്, ഫൂൾ. ഞാൻ എല്ലായിടത്തും പറഞ്ഞു കൊടുക്കും. ജൂലി പ്ലീസ് ചതിക്കില്ലേ മോളെ. ഞങ്ങളുടെ പ്ലാൻ എല്ലാം തെറ്റും. പ്ലീസ്. കോലോത്രെ അടിച്ചുതളിക്കാരി, കുഞ്ഞിക്കാവിന്റെ മകൻ ഹരി, ലക്ഷ്മിയുടെ കളിക്കൂട്ടുകാരൻ. ആരുടെയോ മാലയോ വളയോ മോഷ്ടിച്ചെന്ന് പറഞ്ഞ് കുഞ്ഞിക്കാവിനെയും മകനെയും പുറത്താക്കിയത്. മോഷണം സത്യമോ അസത്യമോ അറിയില്ല. കുഞ്ഞിക്കാവിന്റെ മരണശേഷം ഹരി ഏതോ ഓർഫനേജിലായി എന്ന് കേട്ടു. ഈശ്വര, അവൻ പ്രതികാരത്തിന് ഇറങ്ങിയത് എന്റെ ലക്ഷ്മിക്കുട്ടിയുടെ നേർക്കാണല്ലോ. ഇതൊക്കെ ആലോചിച്ച് തളരരുത്. ഹരിപ്രസാദിന്റെ പ്ലാനിങ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു കിഡ്നാപ്പിംഗ്, അതും ലക്ഷ്മിയുടെ അറിവോടെ. നല്ല പ്രൊട്ടക്ഷൻ കൊടുത്തില്ലെങ്കിൽ ലക്ഷ്മി അയാൾ നിസ്സാരമായി കടത്തിക്കൊണ്ടു പോകും. ഇനിയുള്ള കഥകളെല്ലാം സാറിനറിയാമല്ലോ. ഞങ്ങളുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഹരിപ്രസാദ് ലക്ഷ്മിയുമായി രക്ഷപ്പെട്ടു. പോലീസ് കേസിനൊന്നും പോയില്ലെങ്കിലും തമ്പുരാൻ നാടുനീളെ അന്വേഷകരയച്ചു. കണ്ടെത്താനാവാതെ അവർ മടങ്ങിയതോടെ തമ്പുരാനും തകർന്നു. 1 മാസത്തോളം ക്ലാസ്സിൽ പോകാതെ ഹോസ്റ്റലും വീടുമായി ഞാനും സമയം കഴിച്ചു. ലക്ഷ്മിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവൾക്ക് വേണ്ടി മാത്രമല്ല, ഹരിപ്രസാദിന് വേണ്ടിയും. ഒരു നാൾ ഞെട്ടിച്ചുകൊണ്ട് അവൾ എന്റെ ഹോസ്റ്റൽ റൂമിലെത്തി. ജൂലി, 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 you cheated. I'm sorry. നിന്നെയും വഞ്ചിക്കേണ്ടി വന്നു. അന്ന് ഹരിയേട്ടനെ കിട്ടാൻ ഞാൻ എന്തും ചെയ്യുമായിരുന്നു. ചെയ്തു. സോറി മോളെ, ക്ഷമിക്കടി. ദിസ് ഫ്രം ബോംബെ. ഇത് ഊട്ടിന്നാ, ഇത് ബാംഗ്ലൂർ. ആ, ഇത് കണ്ടോ, ജമ്മുന്നാ. അവിടുത്തെ പെണ്ണുങ്ങളെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായേ നിനക്കൊരു അസൽ കാശ്മീരി ചായ ഉണ്ട് കേട്ടോ. ആ, ഒന്ന് വന്നേ. എന്തിനാ? ഹരിയേട്ടൻ കാറിലിരിപ്പുണ്ട്, വാ പരിചയപ്പെടുത്താം. ഇങ്ങോട്ട് കയറി വന്ന് നിന്നെ കാണാൻ പുള്ളിക്കൊരു ചളിപ്പ്. ഇല്ല, ഞാനില്ല. വേണ്ടെങ്കി വേണ്ട, ഇനി ഒരിക്കലാകാം.
നീ കോകിലകത്ത് പോയോ? ഞാൻ ഇന്നലെയും പോയിരുന്നു. ആദ്യത്തെ ഷോക്ക് മാറി. ഇപ്പോ ദയാ നോർമൽ. നീ അവിടെ വരെ ഒന്ന് പോണം. എന്നെ തേടി നീ വരുമ്പോ നിങ്ങൾ രണ്ടാളും കൂടെ കോവിലകത്തേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു തമ്പുരാൻ. സത്യം? സത്യം. പിന്നെ തമ്പുരാട്ടിയുടെ മാരീഡ് ലൈഫ് ഒക്കെ എങ്ങനെയുണ്ട്? ഐ എം വെരി ഹാപ്പി. ഇത് കള്ളല്ലോ. ഇനി ഞാൻ എന്റെ മോളോട് നുണ പറയില്ല. ഹണിമൂൺ എങ്ങനെയുണ്ടെന്ന് പറ. പോടി. ഡീറ്റെയിൽസ് ഒന്നും വേണ്ട, പറയടി പെണ്ണെ. ഹലോ ലക്ഷ്മി. ഹലോ ജൂലി. ജൂലി നീ വേഗം എത്തണം. എന്താ ലക്ഷ്മി കാര്യം? ജൂലി പ്ലീസ്. ലക്ഷ്മി ഹലോ. അതാ ഇവിടെ തന്നെ. രക്ഷപ്പെട്ടുകൂടാ. ശിക്ഷിക്കപ്പെടണം സർ. മൃഗീയമായി ശിക്ഷിക്കപ്പെടണം. എവിടെ ഏത് കോടതിയിലും ഞാൻ വരാം. ഏക ദൃക്സാക്ഷി ഞാനാണ് സർ. ഹരി, എന്താ എടാ, നിന്നെ കാണാൻ ആരാണ്ട് വന്നിരിക്കുന്നു. എന്നെ കാണാൻ ആര് വരാനാ? വരാനുള്ള ആൾക്ക് വരാൻ കഴിയില്ലല്ലോ. വല്ല പത്രക്കാരുമായിരിക്കും. പോവാൻ പറ. അത് അവരൊന്നും അല്ലെന്നേ, ബോംബെന്ന് വന്നവരാണെന്നാ പറഞ്ഞു കേട്ടത്. ഞാൻ സൂപ്രണ്ട് സാറിന്റെ മുറി ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഇവന്മാരെ കണ്ടതും സൂപ്രണ്ട് ചാടി എഴുന്നേറ്റു. നിന്നോട് വിസിറ്റേഴ്സ് റൂമിലേക്ക് വരാൻ പറഞ്ഞു. ബാവ വന്നിട്ടുണ്ട്. കാതർ, ബാവ ഈ കോലത്തിലാക്കിയല്ലോടാ തെണ്ടികള്. ഒറ്റ ഒരെണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ല. എന്റെ കൊച്ചിനെ കൈവച്ച ഒരുത്തനെ വിടില്ല. ചാക്കരിക്ക് കാക്കിയിട്ട പോലീസുകാരെ മാത്രമല്ല, സ്വിസ് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാൻ കലക്ടർമാർ വരെ അനുഭവിക്കും. ബാബയാ പറയുന്നത്. എന്താ ബാബ ഇത്? എനിക്കറിയാം. സബ് ജയിലിൽ വെച്ച് നിന്റെ കണ്ണും മോന്തെ അടിച്ചു കലക്കിയത് സർക്കിൾ ഇൻസ്പെക്ടർ പരമേശ്വരൻ പിള്ള. കയ്യിൽ പേന പിടിക്കാൻ വയ്യാതാക്കിയത് സബ് ഇൻസ്പെക്ടർ തോമസ് ചാക്കോ. ഒറ്റ ഒരുത്തനെ ഞാൻ വെറുതെ വിടില്ല. ഇത് കണ്ടോ? ഇവന്മാരോട് കയ്യും കാലും വെട്ടാനേ ഞാൻ പറഞ്ഞുള്ളൂ. ബുദ്ധിബോധമൊന്നുമില്ലല്ലോ രണ്ടരും. ഇവന്മാര് കാച്ചി.
എന്നെ ജാമ്യത്തിലിറക്കാനാ ബാബു ബോംബെ നിന്ന് ഓടിപ്പടിച്ചു വന്നത്. അത് ബുദ്ധിമുട്ടായിരിക്കും ബാവ. അഡ്വക്കേറ്റ് രവിവർമ്മ വിചാരിച്ചാലോ? നിനക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത് അഡ്വക്കേറ്റ് രവിവർമ്മയായിരിക്കും. നീ കൊന്ന ശശിവർമ്മയുടെ ചേട്ടൻ. What bloody nonsense are you talking, Baba? ഹരിക്ക് നാളെ ജാമ്യം കിട്ടിയിരിക്കണം. അവന് വേണ്ടി വാദിക്കുന്നത് അഡ്വക്കേറ്റ് രവിവർമ്മയായിരിക്കും. യു മസ്റ്റ്, യു വിൽ. ദിസ് ഈസ് നോട്ട് എ റിക്വസ്റ്റ്, ഇറ്റ്സ് ആൻ ഓർഡർ. ബാവയുടെ ഓർഡർ. എന്റെ അനുജനെ കൊന്നവനെ ജാമ്യത്തിലിറക്കാൻ ഞാൻ തന്നെ വാദിക്കണം അല്ലേ? അതും ഓർഡർ. എന്നോട് ആജ്ഞാപിക്കാൻ താൻ ആരോ? മണ്ട ശിരോമണികള്. വക്കീൽ സാറിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇപ്പോ കൊലപാതകം നടന്നേനെ. തമ്പുരാൻ മാന്യനായോണ്ട് എന്റെ ഷട്ടാലത് പിടിച്ചു. ഞാൻ പറഞ്ഞ തെണ്ടിത്തരമല്ലേടാ, ശുദ്ധ ചറ്റത്തരം. അനിയനെ കൊന്നവനെ ചേട്ടൻ തന്നെ ജാമ്യത്തിറക്കണമെന്ന് പറഞ്ഞ ചോരയൊന്നല്ലടാ. പോ രണ്ടര പോ, ഞങ്ങൾ തനിച്ചൊന്ന് സംസാരിക്കട്ടെ. ഓടാ ഓ. നിങ്ങൾക്ക് വേണ്ടത് എന്താ? ഹരിപ്രസാദ് ശിക്ഷിക്കപ്പെടണം. അതും ഇന്ത്യൻ നീതിപീഠം കൽപ്പിക്കുന്ന പരമാവധി ശിക്ഷ, വധശിക്ഷ. അത് ഹരിപ്രസാദിന് കിട്ടിയിരിക്കും. ബാബയുടെ വാക്ക. ഹരി കൊല്ലപ്പെടുന്നത് സർക്കാരിന്റെ ഒരു മുഴം കയറി തന്നെ വേണമെന്ന് തമ്പുരാനെന്താ നിർബന്ധം? ഒന്ന് പുറത്തിറക്കിത്ത അവനെ ഞാൻ കൊന്നുതരാം. കൊലമരത്തിലെ അര സെക്കൻഡ് മരണമല്ല, ഇഞ്ചിഞ്ചായി, ഓർഗൻ ബൈ ഓർഗൻ. ഇഫ് യു വിഷ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ഭാവയുടെ വാക്ക. ബോംബെ ഗലികളിൽ എവിടെങ്കിലും അഴുകി അളിഞ്ഞ ഹരിപ്രസാദിന്റെ ജഡം. അതുകൊണ്ട് തൃപ്തിയാവില്ല വക്കീലേ. വാട്ട് യു മീൻ ആൻഡ് വാട്ട് യു വാണ്ട്? എനിക്ക് പലതും ആവശ്യമുണ്ട്. കൊല്ലപ്പെട്ടവരിൽ ശശിവർമ്മ മാത്രമല്ല ഉള്ളത്, മഹേന്ദ്രവർമ്മ തമ്പുരാന്റെ മകൾ ലക്ഷ്മിയും ഉണ്ട്. ഏക മകളുടെ മരണം തമ്പുരാനെ ശരിക്കും തകർത്തും. അതുപോരാ, ഹരിപ്രസാദിനെ തൂക്കിലിട്ടാൽ തമ്പുരാൻ ആശ്വസിക്കും. അറ്റ്ലീസ്റ്റ് കുറ്റവാളി ശിക്ഷിക്കപ്പെട്ടല്ലോ, അത് പാടില്ല. പ്രതിയെ നിരുപാധികം വെറുതെ വിടണം കോടതി. മഹേന്ദ്രവർമ്മ വീണ്ടും തളരും. അയാളോടുള്ള എന്റെ പ്രതികാരം അവിടെ അവസാനിക്കുന്നില്ല, ആരംഭിക്കുന്നേ ഉള്ളൂ. മഹേന്ദ്രവർമ്മ തമ്പുരാനെ ബാവയ്ക്ക് എങ്ങനെ അറിയാം?